ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ എസ്ഐടിക്ക് കഴിഞ്ഞില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന് ബന്ധമില്ല. എസ് ശ്രീകുമാറിന്റെ ജാമ്യ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി അരുൺ രാജ് കൂടി ചേർന്നത്. അരുൺ, അങ്ങനെ എസ്ഐടിക്ക് വീണ്ടും ഒരു തിരിച്ചടിയാവുകയാണ്. ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോൾ എസ് ശ്രീകുമാറിന്റെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ആ ഉത്തരവിൽ കൂടുതൽ പറയുന്നത്? ശ്രീമതി എസ് ജയകുമാറിന്റെ ജാമ്യ ഉത്തരവിൽ SITക്ക് കടുത്ത വിമർശനവും കടുത്ത രീതിയിലുള്ള തിരിച്ചടിയുമാണ് ഉണ്ടാകുന്നത്. എസ് ശ്രീകുമാറിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ എസ് ശ്രീകുമാറിനെതിരെ യാതൊരു തെളിവും ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധവും എസ് ശ്രീകുമാറിനില്ല. ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിലേക്ക് എസ് ശ്രീകുമാർ എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് തീരുമാനങ്ങൾ അതിന് മുന്നേ എടുത്തതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഈ മഹസറിൽ ഒപ്പുവെക്കുക മാത്രമാണ് എസ് ശ്രീകുമാർ ചെയ്തത്. അതൊരു കുറ്റമായി തന്നെ കാണാൻ കഴിയില്ല. ഇതിൽ ഗൂഢാലോചന ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ കോടതി തന്നെ നിരീക്ഷിക്കുകയാണ്. അതായത് SIT കസ്റ്റഡിയിലെടുത്ത ഓരോ പ്രതികളെയും സംബന്ധിച്ച് കൃത്യമായ ഒരു കുറ്റപത്രം ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ SITക്ക് കഴിയാതെ പോയതാണ് കോടതിയുടെ ഈ വിമർശനങ്ങൾക്കും കോടതിയുടെ ഇത്തരം നിരീക്ഷണങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ളത്. എന്തായാലും ശ്രീകുമാറിന്റെ ജാമ്യ ഉത്തരവിൽ ശ്രീകുമാറിനെ പൂർണ്ണമായും ഒരു കുറ്റമുക്തനാക്കുന്ന തരത്തിലേക്കാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എത്തുന്നത്. കാരണം യാതൊരു തെളിവും പ്രതികൾക്കെതിരെ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശ്രീകുമാറിന് ഇക്കാര്യത്തിലുള്ള പങ്ക് സംബന്ധിച്ച് കോടതിക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ കോടതി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർവാദങ്ങളിലും SITക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി, അതായത് ഈ കേസിലെ മുഖ്യ സൂത്രധാരനും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന്റെ ബന്ധമില്ലെന്ന് കോടതി തന്നെ പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ശ്രീകുമാറിന്റെ പങ്ക് എന്തെന്ന് ഇനി SITക്കാണ് കൂടുതൽ വ്യക്തമാക്കേണ്ടത്. SITക്ക് ഇത് സംബന്ധിച്ച് ഇതുവരെയും യാതൊരു തുമ്പും കിട്ടിയില്ല എന്നുള്ള വിവരമാണ് കോടതി തന്നെ ഈ ജാമ്യ ഉത്തരവിലൂടെ തന്നെ പുറത്തുവരുന്നത്. ശ്രീ അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.